ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ കുളത്തിലെ മീനാണ് നമ്മളിന്ന് പിടിക്കാൻ പോകുന്നത് കേട്ടോ. അതോടൊപ്പം നമ്മൾ ടാങ്കിൽ മീനിൻ്റെ വെള്ളം മാറ്റാൻ പോകുന്നത്. ടാങ്കിൽ മീൻ എന്ന് പറയുന്നത് നമ്മളൊരു 5 മോൺസ്റ്റർ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ മോൺസ്റ്റർ ഫിഷാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് പതുക്കൊന്ന് മീനെ തൊട്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നമുക്ക് മീനെ നമുക്ക് തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മീനെ പിടിക്കാനുള്ള വല ഇങ്ങനെയുള്ള എടുത്ത് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഏകദേശം 4 മാസമായിട്ട് ഇപ്പോൾ ടാങ്കിലത്തെ വെള്ളം നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ വെള്ളം ടാങ്കിൽ ലീക്കാണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം മൊത്തത്തിലാണ് മാറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് വല വെച്ച് നമ്മൾ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേറെ സംഭവം കാണിച്ചു കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കുളത്തിൽ വിപ്പിച്ചേട്ടൻ മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കൊരു അടിപൊളി ബ്രാലിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടില്ല ബ്രാല് പതുക്കെ ബക്കറ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പണിക്ക് തിരിച്ചു തരാം. നമുക്ക് ടാങ്കിലത്തെ ഈ മീനുകളെ പിടിച്ചിട്ട് നമുക്ക് വേറെ ഫ്രഷ് വാട്ടർ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന അരിപ്പോലെ വെച്ചിട്ടാണ് നമ്മൾ ഈ മീനെ പിടിക്കാൻ പോകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള വല തന്നെയാണ്. അപ്പോൾ മീന് കറക്റ്റ് കയറാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതിനിടയിൽ ബ്രാലിന് കിട്ടിയ സന്തോഷത്തിൽ വീടെടുക്കുമ്പോൾ ഒരാൾക്കൊരു പണി കിട്ടിയിട്ട് കണ്ടില്ലേ, അത്യാവശ്യം ചെളിയൊക്കെ മേത്തേക്ക് തെറിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ വേറൊരാൾ നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഓടി വന്നിട്ടുണ്ട്. വീഡിയോ അലിഗേറ്ററെയാണ് നമ്മളൊന്ന് പിടിക്കുന്നത്. ഒരലിഗേറ്റർ കിട്ടിയിരിക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. കിട്ടി കിട്ടി ഗൈസ് അലിഗേറ്ററിനെ. ഇതിപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനെ നമ്മൾ ഈ അരിപ്പ വലയിൽ നമ്മൾ കോരിയെടുത്തപ്പോൾ മീൻ നെറ്റുമ്മൽ കടിച്ച് പിടിച്ചിരിക്കുന്ന സീൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. മീൻ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മളിത് പതുക്കെ നമ്മൾ കൈയിട്ട് ഇത് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ മീനാണ് നമ്മൾ ഈ പിടിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ കൊട്ട വെച്ചിട്ട് വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് നീണ്ട നാളത്തെ ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളും വെള്ളത്തിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പൂപ്പിൽ നന്നായി പിടിച്ചിരുന്നു. ഇത്രയും വലിപ്പുള്ള അലിഗേറ്റർ ഞങ്ങൾ ഏകദേശം കൊടുക്കുന്ന ഒരു 2 ചാള 3 ചാള വെച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും വലിയ ടാസ്ക് കിട്ടിയില്ലെന്ന് പറയുന്നത് നമുക്ക് മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിതേ വെള്ളം കോരി ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കിണറ്റിൽ വെള്ളം കോരി നമ്മൾ ബക്കറ്റിൽ അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, അതായത് ഇങ്ങനത്തെ ഒരു മോൺസ്റ്റർ ഫിഷ് നമ്മൾ ഒരു മുഴുവനായിട്ട് നമുക്ക് ചാള കൊടുക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ വാൽഭാഗം നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ വാൽഭാഗം കട്ട് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീൻ ദഹിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മീനിൻ്റെ വാൽഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ മീനിൻ്റെ എന്ന വലിപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യമേ കാണിച്ചു തന്നു. ഇപ്പം മീനിൻ്റെ വലിപ്പം കണ്ടില്ല. നമുക്ക് യൂറിലേക്ക് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പം മീനിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ചാളയുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പതുക്കെ നമ്മൾ ഓരോ അലിഗേറ്ററിനെ പിടിച്ചിറക്കാൻ പോകുന്ന കേട്ടോ. അതിലേക്ക് ഈ ഒരു വലിയ മീൻ വിപ്പിച്ചിട്ട് കയ്യിൽ വീടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മീനിന്റെ മേത്തിലെ കൊഴുപ്പും അതേപോലെ തന്നെ മീനിന്റെ ഒരു എനർജിയാണ്. അല്ലടോ, ഇത് വീർക്കുന്ന മലമ്പാമ്പിന്റെ പോലെ ഇറക്കാൻ പോട്ടോ.
ജാതി കൊഴുപ്പില്ലേ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും ചേട്ടാ വീഡിയോയിലുള്ളതല്ലേ എന്നാള് പോയിപ്പോ ചേട്ടാ വീഡിയോയിലല്ലേ ഞാനപ്പോ ആ വീഡിയോയിലുള്ളതല്ലാന്ന് പറഞ്ഞു ആ വീഡിയോയിലുള്ളതല്ലാന്ന് പറഞ്ഞു ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 20 വർഷം പഴക്കമുള്ളൊരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കിൻ്റെ സൈഡുകളിൽ ലീക്കും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ലീക്കിനുള്ള പണി നമ്മൾ പിന്നാലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് ഒഴിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇപ്പോൾ അതിനുശേഷം വിബിച്ചേട്ടൻ ആ കുളം മൊത്തം മലമ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകളൊക്കെ നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയർ സൈഡിലേക്ക് നമ്മൾ തെറിപ്പിച്ചതിന് ശേഷം അങ്ങനെയാണ് മീനുകൾ ഓരോന്നായിട്ട് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മീൻ പിടുത്തം കാണാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചക്കാരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തൊട്ടപ്പുറത്ത് വെള്ളം തെക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹെവി സൈസ്. അതെ അടിപൊളി തല വരേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ കുളത്തേക്ക് ഇറങ്ങുമ്പോൾ സീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ചെറുതായിട്ട് ചേറ് ഇളകിയിരുന്നു. ആ ചേറിൻ്റെ മുകളിൽ തന്നെ മീനുകളെല്ലാം പൊന്തി നിന്നിരുന്നു. ഇപ്പോൾ അതിന് ശേഷമുള്ള സീൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ചേറ് വെച്ച് ഒരു അത്തപ്പൂക്കൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.